അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബ് തആല ഇരുലോക വിജയം തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്ഭുതമീ റമളാൻ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനു ഷരീഫിലാണ് നാം നിലകൊള്ളുന്നത്. പരിശുദ്ധ റമളാനു ഷരീഫിൻ്റെ മഹത്വം വേണ്ടതുപോലെ മനസ്സിലാക്കുമ്പോഴാണ് നാം അതുമായി കൂടുതൽ ഇഴുകിച്ചേരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമളാൻ, പരിശുദ്ധ റമളാനു ഷരീഫിലെ മഹത്വം മനുഷ്യർ വിശ്വാസികൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ കാലം മുഴുവനും അതാവാൻ അവർ ആഗ്രഹിക്കുമായിരുന്നു എന്നാണ്. അത്രയേറെ പുണ്യങ്ങളും മഹത്വങ്ങളും നിറഞ്ഞതാണ് റമളാനു ഷരീഫ്. നാം ഭാഗ്യവാന്മാരാണ്. അള്ളാഹു ഈ പുണ്യ റമളാനിൽ ജീവിക്കാൻ നമുക്ക് അവസരം തന്നു. പക്ഷേ എന്തുകൊണ്ടോ നമ്മിൽ പലർക്കും അതിൻ്റെ വിലയും നിലയും മനസ്സിലായിട്ടില്ല എന്നതാണ് സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അവസ്ഥകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഓരോ നിമിഷവും ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അള്ളാഹു നമുക്ക് നൽകിയ മഹാഭാഗ്യം കൊണ്ടുമാണ് എന്ന് നാം തിരിച്ചറിയണം. റമളാനു ഷരീഫിൽ ജീവിക്കാൻ അവസരം തേടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഏറെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്കറിയാം. പരിശുദ്ധ റമളാനു ഷരീഫിൻ്റെ 6 മാസം മുൻപേ റമളാനിൽ ജീവിക്കുവാനുള്ള അവസരത്തിനായി അവർ തേടുമായിരുന്നു. എന്നാൽ നാമും പരിശുദ്ധ റജബ് മുതൽ അള്ളാഹുവേ റമളാനിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണേ എന്ന് പ്രാർത്ഥിച്ചവരാണ്. ഈ അവസരം അള്ളാഹു നമുക്ക് തന്നതിൽ നാം ആദ്യം സന്തോഷിക്കുക. അൽഹംദുലില്ലാഹ്. അത്ഭുതമാണ് റമളാൻ, മഹാത്ഭുതമാണ്. അതിൽ ചൊരിയുന്ന അനുഗ്രഹങ്ങളുടെ ആഴവും പരപ്പും നാം മനസ്സിലാക്കണം. ചരിത്രത്തിൽ കാണാം, മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു കഥ ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന 2 പേർ. ആ 2 പേരിൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി, രണ്ടാമത്തെ ആൾ 1 വർഷം കൂടെ കഴിഞ്ഞ് സ്വാഭാവിക മരണം വരിച്ചു. തുൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ 2 പേരെയും മഹാനവറുകൾ സ്വപ്നത്തിൽ കാണുകയാണ്. എന്നാൽ ആദ്യം മരിച്ച രക്തസാക്ഷിയേക്കാൾ സ്ഥാനവും മഹത്വവും സ്വാഭാവിക മരണം വരിച്ച സ്വഹാബിക്ക് ലഭിച്ചതായി തുൽഹത്ത് മനസ്സിലായി. മഹാനവറുകളാകെ അന്തം വിട്ടു, അത്ഭുതപ്പെട്ടു. സാധാരണയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ മനുഷ്യനാണല്ലോ പദവി ഏറെ ലഭിക്കേണ്ടത്. അദ്ദേഹം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നാലിന്ന ആളുകൾ മുസ്ലിമായതും അതിലൊരാൾ രക്തസാക്ഷിയായതും മറ്റേ ആൾ സ്വാഭാവിക മരണം വരിച്ചതും അങ്ങേക്കറിയാമല്ലോ. എന്നാൽ അവരെ ഞാൻ സ്വപ്നത്തിൽ കാണാനിടയായി. രക്തസാക്ഷിയേക്കാൾ പദവിയിൽ സ്വാഭാവിക മരണം വരിച്ച ആളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതെന്തുകൊണ്ടാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്. സ്വാഭാവിക മരണം വരിച്ച വ്യക്തി രക്തസാക്ഷിക്ക് ശേഷം 1 വർഷം കൂടി ജീവിച്ച ആളാണ്. ആ 1 വർഷക്കാലത്തിൽ പരിശുദ്ധ റമളാനു ഷരീഫ് അയാൾക്ക് കടന്നു വന്നു. ആ റമളാനു ഷരീഫിൽ
ധാരാളം സുഹൃതം ചെയ്യാനും ആ പുണ്യമാസത്തിൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനും അയാൾക്ക് കഴിഞ്ഞു. ധാരാളം സുജൂദ് ചെയ്യാനും നിസ്കരിക്കാനും കഴിഞ്ഞു. ഇങ്ങനെ സുഹൃതങ്ങൾ കൊണ്ട് രക്തസാക്ഷിയെ മറികടക്കാൻ അയാൾക്ക് കഴിഞ്ഞു എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു പരിശുദ്ധ റമദാനു ശരീഫിൽ ജീവിക്കാൻ അവസരം തന്നിട്ട് നമ്മുടെ ഇന്നലകളിലെ പാപങ്ങളും ഇബാദത്തുകളിലെ കുറവുകളും എല്ലാം പരിഹരിച്ച് പുണ്യം ചൊരിയുന്ന പുണ്യമാസത്തിൽ നമുക്ക് സുഹൃതങ്ങൾ വാരിക്കോരി സ്വർഗം നേടിയെടുക്കാൻ കഴിയണം. അതുകൊണ്ടാണ് അത്ഭുതമാണ് റമദാനു ശരീഫ് എന്ന് ഞാൻ പറഞ്ഞത്. പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പുണ്യമാസത്തെക്കുറിച്ച് വിവരിച്ച, വിശദീകരിച്ച, പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ ഈ പുണ്യമാസത്തിലെ ഓരോ സെക്കൻഡുകളും അമൂല്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമാസത്തെ ആദരിച്ച് ബഹുമാനിച്ച് സുഹൃതങ്ങളേറെ ചെയ്ത് സ്വർഗം നേടിയെടുക്കാനുള്ള അവസരം നമുക്ക് വീണ് കിട്ടിയ ഈ അവസരം ഉപയോഗപ്പെടുത്തി വിജയികളാകാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.